റിയാദ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്നും ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയം തേടിയ ഗാസ മുനമ്പിലെ തെക്കൻ നഗരമായ റഫയ്ക്ക് നേരെ കരയാക്രമണം നടത്താൻ സൈന്യം തയ്യാറെടുക്കുകയാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ദശലക്ഷക്കണക്കിന് പാലസ്തീനികൾ നിലവിൽ അഭയം പ്രാപിച്ചിരുന്ന പ്രദേശമാണ് റഫ. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത US ഔട്ട്ലെറ്റ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഫയിലേക്കും സൈനിക നടപടികൾ വ്യാപിക്കാനുള്ള തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെയും ലോകരാജ്യങ്ങളുടെയും പ്രതിഷേധം അവഗണിച്ചാണ് റഫയിൽ കരയാക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത്. അതേസമയം റഫയ്ക്കെതിരായ ഏതൊരു ഇസ്രായേലി ആക്രമണവും ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള ചർച്ചകളെ ഇല്ലാതാക്കുമെന്ന് ഹമാസ് നേതാവ് പറഞ്ഞതായാണ് അൽ അക്സ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. റഫയിൽ പ്രവേശിക്കരുതെന്ന് ഇസ്രായേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന് മുൻപ് സിവിലിയന്മാരെ പ്രദേശത്തു നിന്നും ഒഴിപ്പിക്കേണ്ടതുണ്ടെന്ന അമേരിക്കയുടെ നിലപാടിനോട് താൻ യോജിക്കുന്നുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു. ഈജിപ്ത് അതിർത്തിയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ഫലസ്തീനിലെ റാഫ നഗരം തകർക്കാനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമം ഇസ്രായേലി സർക്കാർ തുടരുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി നിർത്തിവെക്കുമെന്ന് രണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനും വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം റഫ അതിർത്തി കടന്നാൽ ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഗാസ വിട്ടുപോകുമെന്ന് ഈജിപ്ത് അധികാരികൾ ചൂണ്ടിക്കാട്ടി. പിന്നീട് സയനിസ്റ്റ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയ ഫലസ്തീനിലെ നഗരങ്ങളിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയില്ല. ഇത് ഈജിപ്തിൽ വലിയ കുടിയേറ്റ ഭീഷണിയാണ് ഉയർത്തുന്നത്. റഫയിലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിൻ്റെ ആകുലത സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും ഇസ്രായേൽ മന്ത്രി മിറി റഗേവ് പറഞ്ഞു. ഈജിപ്തുമായി സംഭാഷണം നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈജിപ്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് റഫ. ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പലായനം ചെയ്ത ജനങ്ങളാണ് റഫയിൽ തിങ്ങിക്കൂടി കഴിയുന്നത്. ഗാസയിലെ 2.4 ദശലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫ നഗരത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. പലരും പുറത്ത് ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും ആണ് ഉറങ്ങുന്നത്. ഇവരുടെ ഭക്ഷണം, വെള്ളം, ശുചിത്വം എന്നിവയെല്ലാം വളരെ പരിമിതമാണ് എന്ന് മാത്രമല്ല തികച്ചും വൃത്തിഹീനമായ ചുറ്റുപാടിൽ പകർച്ചവ്യാധികളും പടരുന്നുണ്ട്. നേരത്തെ ഒരു തവണ റഫ അതിർത്തി തുറക്കുകയും ഇരട്ട പൗരത്വമുള്ളവരെയും പരിക്കേറ്റവരെയും രോഗികളെയും അടക്കം നിയന്ത്രിത എണ്ണത്തിലുള്ള ആളുകളെ അതിർത്തി കടക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. റഫ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് UN, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അറബ് രാജ്യങ്ങൾ തുടങ്ങിയവ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1.4 ദശലക്ഷം ഫലസ്തീനികൾ അഭയം പ്രാപിക്കുന്ന റഫയിൽ നടക്കുന്ന ഏതൊരാക്രമണവും വലിയ മാനുഷിക വിപത്തിന് കാരണമാകുമെന്നാണ് ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയിൽ നിലവിൽ നടത്തുന്ന വലിയ ആക്രമണ പദ്ധതികൾക്കെതിരെ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പുതിയ പ്രസ്താവന. ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ആക്രമണ പദ്ധതിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദിനവും നടക്കുന്ന ബോംബാക്രമണങ്ങൾക്ക് പുറമെയാണ് റഫയിൽ കരയാക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത്. നിലവിലെ കണക്കുകൾ ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ഫലസ്തീനികളുടെ മരണസംഖ്യ 28,176 വർദ്ധിച്ചുവെന്നും 67,784 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. 7,000 ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ സൈന്യത്തിൻ്റെ വ്യോമാക്രമണത്തിൽ 112 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്.